ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനെ വിശാലമാക്കണേ നാഥ എന്നുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രാർത്ഥനകളൊക്കെ സഫലമായി എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ ഒരു വിന്നിംഗ് ട്രാക്കിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. മുഹമ്മദ് അൻസിനെതിരെയുള്ള മത്സരം, അത് കഴിഞ്ഞിട്ട് മംഗളൂരു എഫ്സിക്കെതിരെ നമ്മുടെ തട്ടകത്തിൽ നടക്കുന്ന മത്സരത്തോടു കൂടി നമുക്ക് ഏതാണ്ട് നമ്മളുടെ ശക്തിയെക്കുറിച്ച് വിലയിരുത്താം എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് കുറച്ചുകൂടി വിശാലമായിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വക നൽകുന്ന ഘടകമാണ്. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് നമ്പർ മാക്സ് ടു മാക്സ് 28ആണ്. 28-നപ്പുറത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ സ്ക്വാഡ് കൗണ്ട് പോവാതിരിക്കുന്നതാണ് കുറെ അധികമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഇത്തവണ ഓൾറെഡി 28 നേരത്തെ. ഇപ്പോൾ അതിനോടൊപ്പം 2 പേരെ കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ 30 പേരായിട്ടുണ്ട്. ഇനിയും ഒരാൾ കൂടി വരും എന്നാണ് സൂചനകളൊക്കെ വ്യക്തമാകുന്നത്. നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 2 പേരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഗോൾ കീപ്പറായ മുഹമ്മദ് ജസിൻ മേക്കാടത്ത്. 20 വയസ്സുള്ള മുഹമ്മദ് ജസിൻ മേക്കാടത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ സ്ഥിരം ഗോൾ കീപ്പറാണ്. അദ്ദേഹം അവിടെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ മാനേജ്മെന്റിനെ ഇംപ്രസ് ചെയ്തുകൊണ്ടാണ് സീനിയർ ടീമിലേക്ക് ആളിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കോറോ സിംഗ് അണ്ടർ ഏജ് കാറ്റഗറികളിൽ ഒരുപാട് തിളങ്ങിയിട്ടുള്ള, ഒരു കലാപത്തിനിടയിൽ കുടുംബത്തിനെയൊക്കെ നഷ്ടപ്പെട്ട, ഒത്തിരി ബാല്യകാലത്തിൽ തന്നെ നടക്കുന്ന കൈപ്പേറിയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഒരുപാട് സഹിച്ചിട്ടുള്ള കോറോ സിംഗ് എന്ന് പറയുന്ന യുവ പ്രതിഭയും കേരള ബ്ലാസ്റ്റേഴ്സ് സീനിയർ സ്ക്വാഡിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മലയാളി ഫുട്ബോൾ താരമായിട്ടുള്ള എബിൻദാസ് യേശുദാസിനെ സീനിയർ സ്ക്വാഡിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് ഓൺഗോയിങ് ആണ് എന്നുകൂടിയാണ് അറിയാൻ കഴിയുന്നത്. കാലങ്ങളായി 28 ഒതുങ്ങി നിന്നിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് കൗണ്ട് ഇപ്പോൾ 30 എത്തിയിരിക്കുകയാണ്. ഇനി അത് 30 കടക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് കൗണ്ട് വിശാലമായി എന്നുള്ളതൊരു പോസിറ്റീവ് തിങ് ആണ്.